ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അയാൾക്ക് ഈ മരുന്ന് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. കാരണം കിഡ്നി റീപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഒപ്പം അവരുടെ ബാരിക്കേഡുകൾ വെച്ചിട്ട് ആരും കടന്നു പോകരുത് എന്നുള്ള രീതിയിൽ അവർ അതിർത്തി അടച്ചിരിക്കുന്നു. പക്ഷേ ഈ ബാരിക്കേഡുകളും കടന്ന് മലയാളികളുടെ കേരള പോലീസിൻ്റെ സ്നേഹം കർണാടകയിലേക്ക് എത്തുകയാണ്. അതെ, കർണാടകയിലേക്കുള്ള രോഗിക്ക് കേരള പോലീസ് മലയാളികൾ മരുന്ന് നൽകുന്നു. ഇതാണ് കേരളീയരുടെ, മലയാളികളുടെ മധുര പ്രതികാരം. മലയാളികൾക്കെന്ത് കർണാടക? എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ആ ഉത്തമ ബോധ്യമുണ്ട് മലയാളികൾക്ക്. മലയാളികളുടെ സഹായത്തിന്, മലയാളികളുടെ സ്നേഹത്തിന് ഒരു അതിർത്തിയും എവിടെയും തടസ്സപ്പെടുത്തുകയില്ല. കാരണം അത് എത്തേണ്ട ഇടത്തേക്ക് എത്തേണ്ടതുപോലെ എത്തിക്കാൻ മലയാളികൾക്ക് വളരെ വ്യക്തമായി അറിയാം. കർണാടക നമ്മളോട് ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറുപടി നൽകുന്നത് സ്നേഹത്തിൻ്റെ കരുതലിലൂടെയാണ്. അതെ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിക്കുന്നുള്ളത്. അതായത് കർണാടകയിൽ മരുന്നില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. അതായത് അവിടെയുള്ള ഒരു രോഗിക്ക് മരുന്ന് ലഭിക്കാനില്ല. പക്ഷേ നമ്മുടെ കേരള പോലീസിന് ഈ വിവരം അറിയുന്നു. സന്നദ്ധ പ്രവർത്തകരിലൂടെയാണ് ഈ വിവരം കേരള പോലീസിന് അറിയുന്നത്. ഉടൻ തന്നെ ആദൂർ പോലീസ് അവർക്ക് വേണ്ട മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും തയ്യാറാക്കി ഇതാ നിങ്ങൾ ഈ കാണുന്ന കർണാടക അടച്ചിരിക്കുന്ന സ്ഥലമാണ്. അതായത് കർണാടക കേരളം ബോർഡറാണ്. കാസർഗോഡുള്ള കർണാടക കേരളം ബോർഡറാണ്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, മണ്ണിട്ടിരിക്കുകയാണ്. ഒപ്പം അവരുടെ ബാരിക്കേഡുകൾ വെച്ചിട്ട് ആരും കടന്നു പോകരുത് എന്നുള്ള രീതിയിൽ അവർ അതിർത്തി അടച്ചിരിക്കുന്നു. പക്ഷേ ഈ ബാരിക്കേഡുകളും കടന്ന് മലയാളികളുടെ കേരള പോലീസിൻ്റെ സ്നേഹം കർണാടകയിലേക്ക് എത്തുകയാണ്. അതെ, കർണാടകയിലേക്കുള്ള രോഗിക്ക് കേരള പോലീസ് മലയാളികൾ മരുന്ന് നൽകുന്നു. ഇതാണ് കേരളീയരുടെ, മലയാളികളുടെ മധുര പ്രതികാരം. ആ ദൃശ്യത്തിലേക്ക് കടന്നു പോകാം. കർണാടക മടിക്കേരിയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. മടിക്കേരിയിലെ വൃക്കരോഗിയായ ഫൈസലിന് അത്യാവശ്യമായി മരുന്ന് വേണം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഫൈസലിൻ്റെ ആവശ്യം കാഞ്ഞങ്ങാട്ടെ പോലീസുകാർ തള്ളിക്കളഞ്ഞില്ല. കർണാടകയിലുള്ള രോഗിയെ സഹായിക്കാൻ അവർ മനസ്സറിഞ്ഞ് തീരുമാനിച്ചു. ഫൈസലിന് കാസർഗോഡ് കോസ്റ്റൽ ASI സൈഫുദ്ദീൻ്റെ ഫോൺ നമ്പർ നൽകുന്നു. ദൗത്യമേറ്റെടുത്ത ASI സൈഫുദ്ദീൻ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനുരാജിനെ ബന്ധപ്പെടുന്നു. അനുരാജിൻ്റെ ഇടപെടലിലൂടെ DMOയുടെ അനുമതി പ്രകാരം കർണാടകയിലെ രോഗിക്ക് സൗജന്യമായി തന്നെ പോലീസ് മരുന്നെത്തിക്കാൻ തയ്യാറാകുന്നു. ഒടുവിൽ മടിക്കേരിയിലുള്ള രോഗിക്കുള്ള മരുന്ന് ആദൂർ സ്റ്റേഷനിലേക്ക്. 2 ദിവസത്തിനുള്ളിൽ മരുന്ന് കിട്ടിയില്ല എങ്കിൽ കർണാടക മടിക്കേരിയിലുള്ള രോഗിക്ക് വൃക്ക വീണ്ടും തകരാറിലാകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേനെ. അതിർത്തി അടിച്ച് ചികിത്സ നിഷേധിച്ച കർണാടകയോട് അവർ കാണിച്ച രീതി ചെയ്യാൻ കേരള പോലീസ് തയ്യാറായില്ല. പോലീസുകാരുമായി സഹകരിക്കാൻ STPI പ്രവർത്തകരും രംഗത്തെത്തി. STPI കാസർഗോഡ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയും ചെങ്കള PHCയിലെ ഹെൽത്ത് വളണ്ടിയറും കൂടിയായ ഫൈസൽ അറഫയുടെ നേതൃത്വത്തിൽ ഇംതിയാസ്, ഫാറൂഖ് എന്നിവർ മരുന്ന് കർണാടകയിലേക്ക് എത്തിക്കാൻ തയ്യാറായി. ആദൂർ സ്റ്റേഷൻ SI മുകുന്ദൻ, ASI മോഹനനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വേണുഗോപാൽ, സിവിൽ പോലീസ് ഓഫീസർ രവീന്ദ്രനും കർണാടക മണ്ണിട്ട് മൂടി ബാരിക്കേഡുകൾ വെച്ച ഗ്വാളിമുഖം അതിർത്തിയിൽ നിന്ന് തന്നെ മരുന്നുകൾ കൈമാറി. നമ്മളിപ്പോൾ ഉള്ളത് കർണാടക കേരളം അതിർത്തിയുടെ ബോർഡറിലാണ്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, മൊത്തം അടച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലായിടത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തായാലും നമുക്ക് പോലീസുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇപ്പോൾ ആദൂർ SI ആണുള്ളത്, മുകുന്ദൻ സാറാണ്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
നമുക്കിപ്പോൾ തൃക്കരിപ്പൂർ സ്വദേശിയാണ് ഈ പേഷ്യൻ്റ്. അദ്ദേഹം കർണാടകയിലെ മടിക്കേരിയിലെ സ്വന്തം സ്വദേശത്ത് ഈ ജോലി ആവശ്യത്വം പോയാണ്. ഈ ലോക്ക്ഡൗണിന് ശേഷം അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോലീസ് രൂപീകരിച്ച ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഇദ്ദേഹം ഈ മരുന്നിന് ആവശ്യപ്പെടുകയും ബന്ധപ്പെട്ട മേലധികാരികൾ ഇത് കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലാണ് ഈ മരുന്ന് കളക്ട് ചെയ്യേണ്ടത്. അത് കാഞ്ഞങ്ങാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ നിന്നും ഈ മരുന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും സൈഫുദ്ദീൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അദ്ദേഹം ഈ മരുന്ന് കളക്ട് ചെയ്തിട്ട് ആദൂർ സ്റ്റേഷനിൽ നമ്മുടെ ബോർഡർ വരെ എത്തിക്കുകയും നമ്മൾ അവിടുന്ന് ചെർക്കളയിൽ നിന്ന് നമ്മൾ ഈ മരുന്ന് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ഈ സന്നദ്ധ പ്രവർത്തകർ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ മടിക്കേരിയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ വാട്സപ്പ് നമ്പറിലാണ് ഇപ്പം മുഴുവൻ ആൾക്കാർ ഈ ആവശ്യപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ കർണാടകത്തിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആ പേഷ്യൻറ്റിന് അവിടെ ഈ മരുന്നിന് 6000 മുകളിൽ തുക വരുന്നത് കൊണ്ട് ഇദ്ദേഹം ഈ വാട്സപ്പ് നമ്പറിലൂടെ ആവശ്യപ്പെട്ട പ്രകാരം കേരള സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് കളക്ട് ചെയ്തിട്ട് ഈ രോഗിക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഈ അതിർത്തി തിരിച്ചുള്ള ഇന്നത്തെ സമൂഹത്തിൽ അതിർത്തി തിരിച്ചുള്ള ഒരു അതിന് മേലെയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്നതിൽ വളരെ സന്തോഷം. അങ്ങനെ ഭാഗമാക്കാൻ പറ്റിയതിൽ അതിൽ അയാൾക്ക് ഈ മരുന്ന് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. കാരണം കിഡ്നി റീപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് അതിർത്തി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യത്വം ഒന്നും അവസാനിക്കുന്നില്ല. കാരണം നമുക്ക് എനിക്ക് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് കേരള പോലീസ് ഏത് കാര്യത്തിലും കേരള പോലീസ് വളരെ വളരെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും കേരള പോലീസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കേരള പോലീസ് വളരെ മുൻപന്തിയിലാണെന്ന് പല പ്രവർത്തനങ്ങളുടെയും നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരിക്കലും എല്ലാം നമ്മുടെ ഡ്യൂട്ടിയുടെ പാർട്ടായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭാഗമാക്കാൻ പറ്റിയൊരു സന്തോഷം. എന്താണ് ഈ വിഷയത്തിൽ പോലീസുകാരിൽ നിന്ന് മരുന്ന് സ്വീകരിച്ച് കൊടുക്കുന്ന ഇവരുടെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ട് എന്താണ് പറയുക? വളരെ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തി. ഇന്നലെ നമ്മൾ വാർത്ത കണ്ടതാണ്. തമിഴ്നാട് അതിർത്തിയിലുള്ള തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മറ്റും കേരള പോലീസ് അസോസിയേഷൻ്റെ വക തന്നെ മാസ്കുകളും മറ്റും വിതരണം ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ജീവൻ രക്ഷാ മരുന്ന് വളരെ തുക വരുന്ന ഒരു മരുന്നാണ് സൈഫുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ മോഹൻ സാറും അതുപോലെ തന്നെ SI സാറിൻ്റെ നേതൃത്വത്തിലുള്ള മരുന്ന് നമുക്ക് ഇവിടുന്ന് സന്നദ്ധ പ്രവർത്തകരുടെ മുഖാന്തരം കൈമാറാൻ സാധിച്ചത്. പോലീസിൻ്റെ ഈ സേവനം വളരെ അഭിനന്ദനമാണ്. ഇത്തരം സേവനങ്ങൾ കൂടിയാണ് നമ്മൾ മാധ്യമങ്ങളിൽ മറ്റതും പരിചയപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത് നമുക്ക് ഈ മരുന്ന് സ്വീകരിക്കുന്ന ആളുകളല്ല, കർണാടകയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പോലീസുകാരുടെ ഈ ഒരു സേവനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല സന്തോഷം തോന്നി. ഒരു ഈ വാട്സപ്പ് മെസ്സേജിൽ തന്നെ ഇത്ര ദൂരം വന്നിട്ട് നമുക്ക് കൈമാറി നമുക്കൊരു വണ്ടി വരാൻ പറ്റുന്നില്ല. അതിൽ നമ്മൾ തിരിച്ചു വിടുന്നുണ്ട്. എന്ത് ആവശ്യത്തിനും അവർ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് കർണാടകത്തിൽ മാത്രം ചെയ്താൽ മതിയെന്ന്. പിന്നെ നമ്മളെ അത്രത്തോളം ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ കേരള പോലീസും കേരള സർക്കാരും നമുക്ക് ചെയ്ത പിന്നെ ഭയങ്കര നന്ദിയുണ്ട് അവർക്ക്. നമ്മുടെ കേരള പോലീസ് നമുക്ക് മാതൃകയാണ്. കേരള പോലീസിനെ കുറിച്ച് കേൾക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ ആളുകൾക്കും രോമാഞ്ചം വന്നു പോകും. കേരളക്കാർക്ക് എല്ലാവരും ഒരേപോലെയാണ്. ആരും വിദ്വേഷ പ്രചരണം നടത്തിയാലും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് ആദൂർ പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസുകാരും ഇവർക്കൊപ്പം ഇതിനു വേണ്ടി തയ്യാറായ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും. അതിർത്തി അടിച്ചാൽ പോലും നമ്മുടെ മനുഷ്യത്വം അതിർത്തി കടന്ന് എത്തേണ്ട ഇടത്ത് എത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി ഇത് കാണുന്നതോടൊപ്പം തന്നെ ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.